അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു.
വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രി പോകുന്നവരെ, മക്കൾ ആശുപത്രി പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ മക്കളെ, കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അതെപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം? ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? താൽക്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തിയധിഷ്ഠിതമായിരിക്കണം. ഇത് നമ്മോട് പറഞ്ഞു തരണത് മർക്കോസ് 1:34 തൊട്ട് 38 വചനങ്ങളാണ്. മർക്കോസ് 1:34 വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. കണ്ടില്ലേ? അതായത് ഇത് സംഭവിക്കണമെന്ന് അറിയാമോ? കഫർനാവിലാണെന്ന് തോന്നണേ. കർത്താവിൻ്റെ സിനഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പടിഞ്ഞാറത്താണ് പത്രോസിൻ്റെ വീട്. അതിൻ്റെ തെക്ക് വശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയില്ല. ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും ഇളയമ്മയുടെ മക്കളും കൊച്ചാപ്പൻ്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയെടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം. അപ്പം കർത്താവിനൊട്ട് കാണുന്നുമില്ല. എല്ലാവരും 10 ദിവസത്തിന്
നിർബന്ധിക്കുകയാണ്, ഗുരുവിനെ വിളിക്കുക എന്ന് പറയും. 10 ദിവസം ഇവിടെ നിൽക്കപ്പുറത്ത് ഇല്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ്. ആ 10 ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളൂ കർത്താവിൻ്റെ പരസ്യ ജീവിതമേ. അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്ന ആവേശത്തോടെയാണ് 10 ദിവസം ഈശോനെ കണ്ടാൽ പറയണത്. പക്ഷെ ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു. എന്താ കാര്യം? ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ്. അപ്പം രോഗശാന്തി നേടുക, എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ദൈവത്തിന് വേണ്ട, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ്ട, ദൈവം പറയണത് കേൾക്കണ്ട, പറഞ്ഞനുസരിച്ച് തങ്ങളുടെ തിന്മകളിൽ നിന്ന് വിട്ടുമാറണ്ട, ദൈവത്തിൻ്റെ വചനവശം ജീവിക്കേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഈ മർക്കോസിൻ്റെ, അതാ പറയണത്. മർക്കോസ് 1:38 അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. ആ ജനത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കാനുള്ളൊരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ പാലിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം. അടുത്ത ദിവസം അത് കാണാം. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിഷയം, ഞാൻ 12/5/2025 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിഷയം, എൻ്റെ വലത്തെ കാലിന് അതിയായ വേദനയുണ്ടായി. ആ വേദന ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ ചെയ്തു. അത് 30 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിയായ വേദനയുണ്ടായി. അത് വീണ്ടും ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ആ മുറിവ് ഭയങ്കര മുറിവായതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്ന അമ്മ എനിക്ക് ഒരു പത്രം കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ ആ പത്രം കൊണ്ടുപോയി വായിക്കുകയും അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ മുറിവ് നിങ്ങൾ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മതി, നിങ്ങളുടെ വീട്ടിൽ വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ മുറിവ് കാണിക്കുകയും പുള്ളി എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് വിശദമായിട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറിവ് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഇത് പഴുപ്പ് വീണ്ടും കയറുകയാണ്, അതുകൊണ്ട് ഇതിവിടെ പറ്റത്തില്ല. കുളനട എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് വിദഗ്ധമായ രീതിയിൽ നല്ല രീതിയിൽ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമസ്ഥിതിയിലായി. അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചു. എൻ്റെ ഭാര്യയോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് എന്ന് പറഞ്ഞു. കൃപാസന പത്രം വായിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു. 2 ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആശുപത്രിയിൽ പോകുന്നില്ല. എന്നോട് ചോദിച്ചു, ഇനി എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോവുക. ഞാൻ ആദ്യം കേൾക്കുക ഈ അമ്മ മാതാവെന്നും കൃപാസനമെന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇനി ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോവുക, എനിക്ക് അമ്മ തരും എന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ആ നീര് വന്ന ഈ വളരെ ഭയങ്കര മുറിവായിട്ട് ഞാൻ വെളുപ്പിനെ 4 മണിക്ക്, ഞായറാഴ്ച വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ വണ്ടിയിൽ കയറി അങ്ങിരുന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ലയോ? 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ വളരെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വണ്ടിയിൽ കണ്ണടച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനിങ്ങ് വന്നെന്നറിയത്തില്ല. 7 മണിയായപ്പോൾ കൃപാസനത്തിൻ്റെ പടിക്ക വന്നു. അങ്ങനെ ഞാൻ ഇവിടെ
എൻ്റെ ഭാര്യയുടെ തോളൽ പിടിച്ച് ഒരൊറ്റക്കാലം ഞൊണ്ടി ഇവിടെ വന്നു. ഉടമ്പടി എന്തുവെന്നറിയത്തില്ല, യാതാലൊന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് മാറി. ഉടമ്പടി എടുക്കാനുള്ള അവസരം എനിക്കിവിടെ ഒരുങ്ങി. ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നുമില്ലാതാ വന്നേ. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് അച്ഛ എൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊരമ്മ, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, അത് കൊടുക്കാനോ വല്ലതായിരിക്കും പറഞ്ഞത്, അപ്പോഴേ എനിക്ക് എഴുതി തന്നു. ഞാൻ അതുകൊണ്ട് നേരെ ക്യൂവിൽ നിന്നില്ല, ഇവിടെ വന്ന് ഈ പൈപ്പിൽ പിടിച്ച് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. അച്ഛൻ ഇരുന്ന് എൻ്റെ കാലിൽ ഒരു 2 മിനിറ്റോളം അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വെളിയിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഞാൻ ഒരാശുപത്രിയിൽ പോയി. ഇത് ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കെട്ടഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുറിവിന് എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം ആ സിസ്റ്റർമാർ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഇത് ലൈറ്റ് അടിച്ചാലേ ഈ മുറിവിന് അകം കാണത്തുള്ളൂ. അങ്ങനെ അത് കണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഈ കാലിന് പഴുപ്പില്ല, ഈ കാല് കരിയാൻ തുടങ്ങി, നിങ്ങൾ ഇത് സൂക്ഷിച്ച് അങ്ങ് കൊണ്ട് നടന്നാൽ മതി. ഞാൻ പിന്നെ മരുന്നിന് പോയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തേനും ഉപ്പും കഴിക്കും. എൻ്റെ കാലിൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ തിരി കത്തിക്കുമ്പോൾ എൻ്റെ കാലിൽ ഞാൻ ഇത് പുരട്ടും, കുരിശ് വരയ്ക്കും. അങ്ങനെ ഈ മുറിവ് കരിഞ്ഞു. ഞാനിപ്പോൾ കാല് കുത്തി ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ചെന്ന് 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഞാൻ രാത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ അരികിൽ ഒരമ്മ പ്രത്യക്ഷപ്പെട്ടു. ജീവനോട് ഞാൻ കണ്ടവാ. ഒരു കറുത്ത അമ്മയാണ്. കണ്ണും കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ചുമപ്പും മഞ്ഞയും വെളുപ്പും കൂടെ കലർന്നൊരു ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. മുടി അഴിഞ്ഞു കിടക്കുക. എൻ്റെ അരികിൽ വന്ന് എൻ്റെ കാൽക്കലിരുന്ന് എൻ്റെ പുതപ്പ് കാലയിൽ, എൻ്റെ വലത്തെ കാലയിലെ പുതപ്പ് മാറ്റി എൻ്റെ കാലിൽ അമ്മ പിടിച്ചു. ഞാനത് കണ്ടു. ഞാൻ കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ അമ്മ വന്ന് എന്നെ കണ്ടു. എനിക്ക് സുഖം പ്രാപിച്ചു. അന്ന് എനിക്ക് സുഖമായി. അന്ന് തൊട്ട് എനിക്ക് കുഴപ്പമില്ല. 2-ാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് അന്നേരം ഞാൻ സമയം നോക്കിയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം സമയം നോക്കിയപ്പോൾ സമയം 12:30. പിന്നെ 2-ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം എൻ്റെ അരികിൽ അമ്മ തിരുക്കുമാരൻ, ഞാൻ എൻ്റെ ചേട്ടനെന്നാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എന്നെ കാണാൻ വന്നു. എൻ്റെ അരികിൽ വന്നു. ഞാൻ ഇന്നിച്ച് എൻ്റെ കട്ടിലിരുന്നു. അമ്മയെന്ന് വിളിച്ചു. അമ്മ പുറമോട്ട് മാറി. ഞാൻ വീണ്ടും അമ്മയെന്ന് വിളിച്ചു. അമ്മ പറന്നുയർന്ന് ആ ഫാൻ്റെ ഒപ്പം അമ്മ ഇങ്ങനെ പറന്ന് നിന്നു. കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അമ്മ മറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. വീണ്ടും ഭയങ്കര കാറ്റ്. ആ റൂമിനകത്തിൽ ഭയങ്കര കാറ്റ്. 3 കർട്ടൻ ഉണ്ട്. ആ 3 കർട്ടനും വന്ന് ആ റൂമിൻ്റെ നടുഭാഗത്ത് സെൻട്രലായി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ അമ്മ വീണ്ടും നിൽക്കുന്നു. അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുമുണ്ട്. മറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനായ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കണ്ടു, നേരിൽ കണ്ടു. എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കിനി ഇത് കൂടുതൽ യാതൊന്നും സാധിക്കാനില്ല. സാക്ഷ്യം, ഇതെൻ്റെ സാക്ഷ്യം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പത്രം വാങ്ങിച്ച് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് കൊടുക്കും. രോഗികളെ കണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാൻ ഊണൊന്നും ആർക്കും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവിടെ രോഗികൾക്ക് കൊണ്ടിരുന്ന ഓരോ പൊതി ഞാനും എൻ്റെ ഭാര്യയും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് ഞങ്ങളുടെ അമ്മയാണ്.
എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഊണ് അമ്മ അവിടുന്ന് വാങ്ങിച്ചു തരും, ഞങ്ങൾ കഴിച്ചു. എനിക്ക് വിളമ്പിത്തരും. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എനിക്കിത് കൂടുതൽ എന്ത് വേണം? എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്തതുപോലെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എനിക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരിക. ഞാനിപ്പോൾ എൻ്റെ കാല് പോകേണ്ടതാ. എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്നു, പണി ചെയ്യുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെയായി എൻ്റെ കാലിൻ്റെ പൊതിച്ചിലഴിച്ചത്. ഞാൻ അത് ഇൻസ്പെക്ഷൻ ആകുമെന്നും ചൊല്ലിയാണ് നടന്നത്. പക്ഷേ ഒന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് പോകണം. എനിക്ക് വീട്ടിലെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വന്ന് ഇങ്ങ് കൊണ്ടുവന്ന് വേണമെന്നതല്ല. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ വലിയ സ്വാധീനമാണ്. അമ്മ എന്നെ എല്ലാം കൊണ്ട് നടന്ന് എല്ലാം സാധിച്ചിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ, ഈ ലോകം മക്കളുടെ കൂടെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും അമ്മ മാതാവ് തിരുക്കുമാരൻ 1000 നന്ദി, കോടാനുകോടി നന്ദി, കോടാനുകോടി നന്ദി. ഇനിയും ഞാൻ വരും. എൻ്റെ ഈ ജന്മം ബാക്കിയുള്ളതും എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. അടുത്തൊരു ജന്മം മനുഷ്യ ജന്മമാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സുരേഷ് എന്ന ഈ അക്രൈസ്തവ സഹോദരൻ എത്ര ഹൃദയത്തിൽ അമ്മ മാതാവിനെയും ഈശോയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മോട് പങ്കുവച്ചതെന്ന് നാം കേൾക്കുകയായിരുന്നു. ജീവിതം ആകെ ക്ലേശപൂർണമായ അവസരത്തിൽ ഒരു കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന രോഗപീഠകളുടെ ദിവസങ്ങളിലാണ് കൃപാസനം പത്രം കിട്ടി സാക്ഷ്യങ്ങൾ വായിച്ച് അമ്മ മാതാവിനെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കൃപാസനത്തിലേക്ക് വരുന്നത്. കണ്ണീരോടെ പൂർണ്ണമായ ശരണത്തോടെ അമ്മയുടെ അരികിലെത്തി ജീവിതം കൊടുക്കുന്നതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ പറഞ്ഞു, ജോസഫച്ചനെ കാണുവാനായി ടോക്കണുമായി നിൽക്കുമ്പോൾ അച്ഛൻ 2 മിനിറ്റോളം മകൻ്റെ കാലിൽ തൈലം പൂശി അച്ഛനുള്ള പ്രാർത്ഥനാവരത്തിൽ മകൻ്റെ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി മുറിച്ചു കളയണമെന്ന് എല്ലാവരും പറഞ്ഞ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് അന്നു മുതൽ പഴുപ്പ് വറ്റി, രക്തോട്ടം തുടങ്ങി, കാലിന് ബലം പ്രാപിച്ചു തുടങ്ങി. ഇന്ന് എല്ലാ ജോലികളും ചെയ്യുവാനാവും വിധം അത്ഭുതകരമായി പൂർണ്ണ രോഗസൗഖ്യം നൽകി സഹോദരനെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. മരുന്നിനപ്പുറം ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, മനുഷ്യൻ കാണുന്നതിനപ്പുറം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് സഹോദരൻ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ സൗഖ്യത്തെക്കാൾ ഉപരി സഹോദരൻ്റെ വാക്കുകളിൽ നാം കണ്ടത് മുഴുവനും അമ്മ മാതാവിനോടുള്ള തിഷ്ടമായ സ്നേഹവും ഈശോയോടുള്ള ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ്. അമ്മയുടെ സാന്നിധ്യം മകൻ അനുഭവിക്കുന്നത്, ഓരോ നിമിഷവും അമ്മ കരം പിടിച്ചു നടത്തുന്നത്, അമ്മയുടെ നിരന്തരമായ സന്ദർശനങ്ങളും അമ്മ കാലിൽ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതും ഏറ്റവും എളിമയോടെ തിരിച്ചറിഞ്ഞ് അമ്മയുടെ പ്രേക്ഷിതനായി മകനായി ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ തനിക്കുള്ള സന്നദ്ധത സഹോദരൻ ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ജീവിതമാകുമ്പോൾ, ജീവശ്വാസമാകുമ്പോൾ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും നിരന്തരമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കേവല നന്മകൾക്കപ്പുറം ആത്മാവിനെ തന്നെ നിരന്തരം ഈശോയ്ക്ക് കൊടുക്കുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രകാശവും കൂടുതൽ ആത്മധൈര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും നിരന്തരം എൻ്റെ ഒപ്പം സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയും എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. നമ്മൾ ഏതൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും പൂർണ്ണമായ ശരണത്തോടെ കൃപാസനം ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ
വിളിച്ചു പ്രാർത്ഥിക്കാം. കൂടെ വന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ആരൊക്കെ എഴുതിത്തള്ളിയതും അമ്മ ചേർത്ത് പിടിച്ച് അനുഗ്രഹമാക്കി നമ്മളെ ചുവടുറപ്പിച്ച് ജീവിക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഈ രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് ടെസ്സി, ഞാൻ USA-യിൽ നിന്ന് വരുന്നു. ഹ്യൂസ്റ്റൺ, ടെക്സസ്, സെൻറ്റ് ജോസഫ് സീറോ മലബാർ ഇടവകാംഗമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഭാഗ്യം തന്നതിന് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനിലാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. മൂത്ത മകൾ മേഘയാണ്, രണ്ടാമത്തേത് റേച്ചൽ. മേഘ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവളുടെ സെക്കൻഡ് ഇയർ സ്കൂൾ തൊട്ട് പെട്ടെന്ന് അവൾക്ക് ഒരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവളുടെ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞങ്ങളെ അത് വളരെ വല്ലാതെ തളർത്തി. കാരണം അവളെല്ലാത്തിലും ഓൾറൗണ്ടറായ ഒരു കുട്ടിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പല ഓൺലൈൻ ധ്യാനങ്ങളും റിട്രീറ്റ്സും എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എന്നാലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഓൺലൈൻ ടോക്സൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു. അതിനൊന്നും ഞാൻ ഒത്തിരി അറ്റൻഷൻ കൊടുത്തിരുന്നില്ല. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കൊരു കൃപാസനം പത്രം തരികയും കൃപാസനത്തിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് അപ്പം എൻ്റെ ഇമെയിലിൽ ഞാനത് ചെയ്തപ്പം അത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ മോള് റേച്ചലാണ് എടുത്തു തന്നത്. അപ്പം ആ ഓൺലൈനിൽ അവളുടെ ഇമെയിലിലാണ് എടുത്തത്. അന്ന് തന്നെ അവൾക്ക് ഡ്രൈവിങ്ങിന് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതാണ് റേച്ചലിന് കിട്ടിയ അനുഭവം. അവളുടെ ഇമെയിൽ ID ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് തന്നെ ശേഷം മേഘയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. പക്ഷേ പഠനത്തിന് അവൾ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് അവളുടെ മേജർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അവൾ ബയോകെമിസ്ട്രി മേജറായിരുന്നു, അത് ചേഞ്ച് ചെയ്ത് നേഴ്സിങ്ങിലേക്കാക്കി. അത് ഞങ്ങളെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവൾ മെഡിസിനൊക്കെ പോകാനിരുന്ന കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം അതാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അവളെ നേഴ്സിങ്ങിന് ചേർത്തു. ത്രൂ ഔട്ട് ദി നേഴ്സിംഗ് സ്കൂളിൽ ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഈ ഡിസംബറിൽ 18-ാം തീയതി ഗ്രാജുവേറ്റ് ചെയ്തു. അതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ വെക്കേഷന് വന്നത്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി ഉണ്ടായി. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 2022 ഒക്ടോബറിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. പിന്നെ ഹ്യൂസ്റ്റണിൽ അച്ഛൻ വന്നപ്പോൾ അവിടെയും ഉടമ്പടി എടുത്തു. അച്ഛന് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം അമ്മ തന്നു. പിന്നീട് പിന്നെ രോഗസൗഖ്യം പറയുവാണെങ്കിൽ എനിക്ക് സിവിയർ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം എമർജൻസി ആയിട്ട് എൻ്റെ ഹീമോഗ്ലോബിനൊക്കെ താഴ്ന്ന് 5.6 ആയി. അപ്പം എമർജൻസി ആയിട്ട് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് സർജറിക്ക് പോകാൻ നേരത്ത് കാശ് രൂപം കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കൊന്തയിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതുകൊണ്ട് അതിൽ ഒരു മെറ്റൽ പീസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കത്തില്ലായിരുന്നു, അവർ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാനൊരു നേഴ്സ് പ്രാക്ടീഷണറാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു ഇൻസൾട്ട് അല്ലേ, ഈ ഒരു കാശ് രൂപമൊക്കെ സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട്. പക്ഷേ ഞാൻ ഓർത്തു ഇല്ല, ഐ വിൽ ടേക്ക് ദാറ്റ് ഇൻസൾട്ട്. ഞാൻ ചോദിച്ചു എനിക്കിത് പ്രഷ്യസ് ആണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അത് കൊണ്ടുപോകണം എന്ന് ഞാൻ വളരെ ശാഠ്യം പിടിച്ചു. അപ്പം ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നീട് ഒരു മേരി എന്നുള്ള ഒരു നേഴ്സ് തന്നെ വന്നിട്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞാൻ നിനക്ക് ഇത് ഇൻസുലേറ്റ് ചെയ്ത് തരാം, എന്നിട്ട് നീ എൻ്റെ കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനത് ധൈര്യപൂർവ്വം പിടിച്ച് എൻ്റെ സർജറിക്ക് ഞാൻ തിരിച്ച് സർജറി എല്ലാം കഴിഞ്ഞ് അനസ്തീഷയിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ കാണുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു.
അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് വലിയ റെസ്റ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ഇറ്റ് വാസ് എ മിറക്കുലസ്ലി എനിക്ക് 6 വീക്സ് പെട്ടെന്ന് അത് ഹീലായി. സർജറി ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു. ഒരു വലിയ സർജറി കഴിഞ്ഞതിൻ്റെതായ ഒരു ക്ഷീണമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ് ഡേ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനൊക്കെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. പിന്നീടുണ്ടായ ഒരു രോഗസൗഖ്യം, എനിക്ക് പെട്ടെന്ന് ഒരു യൂറിനറി സ്റ്റോൺ വന്നു. അന്നേരം ഒരു CT സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പം എനിക്ക് എൻ്റെ അഡ്രീനൽ ഗ്ലാൻഡിൽ ഒരു അഡിനോമ കണ്ടു. ഇറ്റ്സ് ലൈക്ക് 4.5 സെൻറ്റിമീറ്റർ. അത് ഒരു ക്വൈറ്റ് ബിഗ് സൈസാണ്. 4.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വലിയ സൈസ് അഡിനോമയാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറെ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണിക്കണം, ഇറ്റ് കുഡ് ബി മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു. ബീങ് എ പ്രാക്ടീഷണർ, അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ് പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ട്യൂമർ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതെന്നൊക്കെ എനിക്കും ഒരു ഡൗട്ട് തോന്നി. ഇച്ചിരി അറിയാകുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എക്സാജറേറ്റ് ആയിട്ട് ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആകെപ്പാടെ അങ്ങ് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു, ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പം ഒരു MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRIക്ക് വേണ്ടിയിട്ട് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിപ്പീറ്റഡ് MRIയിൽ അത് അഡിനോമ ഗ്രോ ചെയ്യുന്നില്ല. ഇറ്റ്സ് സ്റ്റിൽ അറ്റ് 4.5 സെൻറ്റിമീറ്റർ. യൂറോളജിസ്റ്റ് പറഞ്ഞു അതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ, യു ഡോണ്ട് ഹാവ് ടു ഡു എനി സർജറി. ഈ ഹോർമോണൽ സ്റ്റഡീസും എല്ലാം നോർമലായിരുന്നു. സോ ദൈവകൃപ കൊണ്ട് അത് എനിക്ക് ഒരു ഹീലിംഗ് ആയി കിട്ടി. പിന്നെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളൊരു ആവറേജ് ക്രിസ്ത്യൻസാണ്. ആയിരുന്നു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയുള്ളായിരുന്നു. ഇപ്പം ഈ പ്രത്യേകിച്ചും വിജയകുമാർ സാറിൻ്റെ ഈ ടോക്സൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വിജയകുമാർ സാർ എപ്പോഴും ഈ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എടുക്കുന്ന ഓരോ എഫേർട്ടിനെ കുറിച്ചും ഓർത്തപ്പോൾ ഞാനും ഓർത്തു, ദൈവമേ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ഒട്ടും ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലല്ലോ, കുർബാനയ്ക്ക് പോകാനായിട്ട് ഒട്ടും ഒരു സ്ട്രഗിളും ഞാൻ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതൊരു വലിയൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുക. എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അത് അമ്മയുടെ ഈശോയുടെയും കരുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഒരു മെറിറ്റല്ല. പിന്നെ ബൈബിളും ഞാൻ അങ്ങനെയൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തത് ശേഷം ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാനുള്ള കൃപ നൽകി. 30 മിനിറ്റ്സ് ഒന്നും ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ്സ് വായിച്ചിട്ടില്ല. എന്നാലും ഹോൾ ബൈബിൾ വായിക്കാനായിട്ട് ദൈവം കരുണ തന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ബൈബിളൊന്നും വായിക്കുന്നതോ ബൈബിളെ തൊടുന്നതോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് എന്നും ഒരു 5-10 മിനിറ്റെങ്കിലും പുള്ളി ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ഫുള്ള് കൊന്ത ചെല്ലുന്നതും ഞങ്ങളുടെ വീട്ടിൽ റെയറായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാനും എല്ലാം ഉള്ള കൃപ ദൈവം തന്നു. പിന്നെ മോൾക്ക് കിട്ടിയ അനുഗ്രഹം മോൾ തന്നെ പറയും. My name is Meka. I come from Houston, Texas. I had taken the Ordinbody back in October of 2024 when Father Joseph came to Houston and led a retreat there. And my testimony is that throughout nursing school, I had a lot of difficulty focusing on my studies, particularly because I was dealing with depression. And in particular, in one course in leadership, I was accused of using AI on one of my essays when I had not in fact used AI. And I had a meeting with my professor and the associate dean, and they showed me a report that said that my paper was AI generated. And despite trying to convince them with my search history and screenshots, they still gave me a 0 for that assignment. And that affected my grade and my morale significantly. But trusting in the intercession of Mother Mary, I wrote the next paper for that course, and by the intercession of Mother Mary and the providence of God,
that paper did not come back as AI generated, and I got the full marks for that paper. And things were looking pretty good for me up until that point, but then I had to take the final exam for that course. And throughout all my exams in nursing school, I had been using the Krbassanam salt before I take the exams, and in the morning of the exams, I would also put the oil on my forehead. But despite doing all of that, I took the final exam for this course and I failed. And with the combination of the 0 that I got for that paper and the failing exam grade, I was failing the course. But I had one more chance in that class for one more exam, and that exam was the last and final chance that I had. And if I passed that exam, I would pass the course, but if I failed that exam, I would have been kicked out of nursing school. And so I had a very important decision to make. Either I drop the course and retake it, which would cost me 6 months, or I take that chance and take the exam to see if I would pass. So that day of that I had to make that decision, my family and I went to Mass, and afterwards we came to the decision to take the chance. I took the exam, but even after taking the exam, I felt not very confident. 2 weeks later, the exam results came out, and I passed by 1%. I was within 1% of failing, but I had passed. And I attribute this all to the intercession of Blessed Mother Mary and the providence of God. And if I'm being honest, even though I took Odambari back in October, I didn't follow it very completely, but still, Mother Mary has worked miracles in my life. And because of that 1% that she gave me, it meant the world to me. So I want to thank Mother Mary and Jesus for their hold on my life. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ സഹായിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രവിതരണം ചെയ്തു, പിന്നെ യൂട്യൂബിലൂടെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും എല്ലാം ചെയ്തു. പിന്നെ അഖണ്ഡ ജപമാല റാലിക്ക് 2 പ്രാവശ്യം ഇവിടെ വരുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടി ലീവിനൊക്കെ ഞാൻ ചോദിക്കുമ്പം ആളുകൾ ചോദിക്കുക, എന്തിനാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നീ വരുന്നതെന്ന് ചോദിച്ചായിരുന്നു. അന്നേരം ഇതുപോലെ റാലിക്കാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ അതിനുവേണ്ടി മാത്രം US നിന്ന് ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവരൊക്കെ ചോദിച്ചു, ഐ യു ക്രേസി ഫോർ ദിസ് യു ആർ കമ്മിങ്, യു ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി ഫോർ ദാറ്റ്. അങ്ങനെ ചോദിച്ചവർ പിന്നീട് അവർ ഉടമ്പടി എടുക്കുകയും മലയാളികളാണ്, അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ അവിടെയും ഇപ്പം അഖണ്ഡ ജപമാല റാലി ഉണ്ട്. ഇപ്രാവശ്യത്തെ റാലിക്ക് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ മഴവില്ലൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇവിടെ വന്ന് നിൽക്കുവാനും ഈ ആൾക്കാരെയും ഇവിടെയുള്ള ശുശ്രൂഷകരും എത്രയോ പേർക്ക് അവരുടെ ജീവിതത്തെ എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഈ ക്രൂശ് രൂപം നോക്കിയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ എപ്പോഴും തനിച്ച പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഓഫീസിലിരിക്കുമ്പം ഈ ക്രൂശ് രൂപം എൻ്റെ സ്ക്രീൻ ID-യിൽ ഉണ്ട്. സ്ക്രീൻ സേവറാണ്. അതേ മുത്തിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നതും എല്ലാം. ഇത്രയും അനുഗ്രഹം തന്ന് ഇവിടെ നിൽക്കാനും പറ്റിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. താങ്ക് യു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 വചനമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന വിശ്വാസമുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ എല്ലാവരുടെയും മുൻപിൽ തുറന്ന് സാക്ഷിയായി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഉടമ്പടി മക്കൾ ഇവിടെ സാക്ഷ്യത്തിനായിട്ട് വരുന്നത്. ഈ മക്കളുടെ സാക്ഷ്യവും മഹതനെയാണ്. ടെസി തോമസും മകൾ മേഘ തോമസും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവം കനിഞ്ഞ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറയാനാണ് ഇന്നിവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഇവിടെ എത്തി നന്ദി പറയാൻ.
ദൈവത്തെ പ്രകീർത്തിക്കുവാനും നാമം പ്രകീർത്തിക്കുവാനുമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഇവർ പറയുമ്പോഴും മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു സമയമായിരുന്നു മകൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. USA ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ അവർക്ക് മകളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണുവാൻ സാധിച്ചു. പിന്നീട് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയും അമ്മയും മാറ്റി ഒരു പുതിയൊരു വഴിയിലൂടെ മകളെ നയിക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായത്. പിന്നെ ഓരോ കാര്യം അവർ പറഞ്ഞതുപോലെ ഈശോയും അമ്മയും കൂടെ നിന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുത്തത്. പിന്നെ ഈ മകളുടെ രോഗാവസ്ഥ ഓപ്പറേഷന് വേണ്ടി വരുമെന്ന് പറഞ്ഞതാണ് ആട്രിനൽ അഡിനോമ. അതിൽ നിന്നും ഈ രോഗത്തിൽ നിന്നുമാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷനിൽ നിന്നും ഇവർക്ക് ആ രോഗത്തിൽ നിന്നാണ് സൗഖ്യം ലഭിച്ചത്. ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യേണ്ടു. ഇതാണ് പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അമ്മയാണ് ഈശോയോട് ചെന്ന് പറഞ്ഞ് നടത്തി തരുന്നത്. പിന്നീട് വന്നത് ഇവിടെ ഒരു ആത്മീയ ജീവിതത്തിലൊരു വലിയൊരു ഉണർവാണ്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിൾ നല്ലതുപോലെ വായിക്കാനും. ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ആർ യു ക്രേസി? എന്നിട്ടും ഇവരിവിടെ വന്നു. ഇന്ന് ആ മക്കളും ഈ ആലയത്തിൽ വന്ന് ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് ഉടമ്പടി ജീവിതം നയിക്കുന്നു. പലർക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ക്രേസി ആണെന്ന് തോന്നാമായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും നമ്മളെ സഹായിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് മെഹ തോമസിൻ്റെ സാക്ഷ്യവും ടെസ്റ്റിമണി. For nothing is impossible with God. St. Luke chapter 1 verse 37. As she shared, she had taken the covenant. Online covenant she also started. Gradually she came and took the Tirthadana covenant. From then on, she was staying in a life going through a depressing moment. She was not able to concentrate on her studies. Her last semester exam was in a difficult time. Her professor gave her an associate dean. They had a tough time with her. And she was going through a difficult time because when she submitted her last semester paper, it was said that the paper was prepared by AI generated. It was not done by her, but despite trying to convince the associate professor and the dean, they were not able to convince, and so she could not succeed in that exam. Later again, she took the second time. That also she could not. She failed. They kept on praying to Jesus and Mary. And the third time, that was the last chance. With her combination of 0 for the first essay and a failing in the second exam, third exam was a risky time. And she really took the holy oil and the salt for her exam hall. And she prayed earnestly, prepared her more and more, depending on Jesus and Mary for their help. In that exam, she was able to pass. And she says that it is not by merit, but by the grace of God. As we heard that, she shared very beautifully that twice failed, and third time, she did not lose her faith. She kept on praying to God, holding their hands of Jesus and Mary. And she prayed vigorously and perhaps more seriously. And that's what this brought merit to her. Today she is a nursing graduate, and she came here to thank God. She has not forgotten to thank God. She came here to express her gratitude to Kripasanam Amma for all the blessings. And although she went through the tough time, she never forget to pray. Let us also, even though we go through the dark moments in our life, difficulties and struggles, let's not forget the hand of God. Let's not leave the hand of God. Let us hold on to Jesus and Mary and be convinced of their love and support
and go ahead in our covenant life. Let us thank God for all the blessings and graces received through the intercession of the powerful intercession of Mother Mary of Krubasanam and the blessings of Jesus. ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോപ്പച്ചനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിജി. ഞാൻ മഞ്ഞപ്ര ഫൊറോന ചർച്ച് ഇടവക അംഗമാണ്. ഇത് എൻ്റെ അമ്മ, 2 മക്കൾ, പിന്നെ ഒരാൾ ചേച്ചിയുടെ മോളാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 30-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 പ്രാവശ്യം അമ്മ വലിയ 2 അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 2022-ലാണ് എൻഗ്ലക്സ് എക്സാമിന് വേണ്ടി ഡൽഹിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തലേദിവസം പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എക്സാമിന് പോണതിൻ്റെ അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ വന്ന് എനിക്ക് ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച തേനും തന്ന് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ എക്സാമിന് പാസ്സാവും, അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി എക്സാം എഴുതി. എക്സാം നല്ല ഈസി ആയിരുന്നു. എനിക്ക് നല്ല ഈസിയായി ഫീൽ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് എവിടെയൊക്കെയോ കണ്ട് നല്ല പരിചയം പോലെ തോന്നി. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. 4 അവേഴ്സിൻ്റെ എക്സാമാണ്. ഞാൻ 1.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. എനിക്ക് ഒരു നല്ല മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. 2 വീക്സൊക്കെ എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. 12 അവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ റിസൾട്ട് ഓൾറെഡി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ 3 മണിയായപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാസ്സായി. അങ്ങനെ എനിക്കൊരു വലിയ ഒരു അനുഗ്രഹം തന്ന അമ്മ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് അടുത്ത എൻ്റെ ഒരു വലിയ ടാസ്ക് ഓസ്കി എക്സാം ആയിരുന്നു. ഓസ്കി എക്സാമിന് അത് ഓസ്ട്രേലിയയിൽ ചെന്ന് എഴുതേണ്ട ഒരു എക്സാം ആയിരുന്നു. ഞാൻ അതത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ വിചാരിച്ചു പ്രാക്ടിക്കൽ എക്സാം. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ UAE-യിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലും UAE-യിലും ഡൽഹിയിലൊക്കെ ആയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇത് കുഴപ്പമില്ല, പ്രാക്ടിക്കൽ എക്സാം അല്ലേ, ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, എനിക്കത് സാധിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോയി എക്സാം എഴുതി. ഞാൻ പഠിച്ചൊന്നുമില്ല. ഞാനങ്ങനെ പോയി എക്സാം ഭയങ്കര കോൺഫിഡൻറ്റ്. എൻ്റെ ഒരു കഴിവിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ എക്സാം എഴുതി. അത് നല്ല രീതിയിൽ തോറ്റു. എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ തിരിച്ചു വന്നു. ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് 2ാമത്തെ എക്സാമിന് രജിസ്റ്റർ ചെയ്തു. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി സൂമിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ എക്സാമിന് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞു. ചേച്ചി നല്ല ഭക്തയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉടമ്പടി ഉപ്പ് തന്നു, പത്രം തന്നു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് മുതൽ അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എക്സാമിന് ഞാനപ്പോൾ 4 ദിവസത്തെ ഓഫിനാണ് എക്സാമിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. 4 ദിവസം 22-ാം തീയതി ആയിരുന്നു എൻ്റെ 21 രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 20-ാം തീയതി ഡ്യൂട്ടിക്ക് പോണേക്കാൾ മുന്നേ ഞാൻ എൻ്റെ വിസ എടുത്ത് നോക്കിയപ്പോഴത്തേനും വിസ 1 ഇയർ എക്സ്പയറി ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വിസ സിംഗിൾ എൻട്രിയാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എൻട്രി ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ ഇത് മൾട്ടിപ്പിൾ എൻട്രി ആണ്. അപ്പോൾ എനിക്കൊരു വേറൊരു വിസയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് വിളിക്കാവുന്ന ഫ്രണ്ട്സിനെയും എൻ്റെ കസിൻസിനെയും ഒക്കെ വിളിച്ചു. ഞാൻ ഇമിഗ്രേഷനിൽ വിളിച്ചു. അവർ ഫോൺ എടുക്കണില്ലായിരുന്നു. VFSൽ ഞാൻ വിളിച്ചു. അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കുറേ ട്രൈ ചെയ്തപ്പോഴത്തേനും എനിക്ക് ഇമിഗ്രേഷനിൽ അവർ സാധാരണ ഫോൺ എടുക്കാറില്ല. എൻ്റെ കോൾ എടുത്തു. അവർ പറഞ്ഞു ഇത് എന്ത് നാഷണാലിറ്റി ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോർമൽ പ്രോസസ്സിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് 15 days എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ 21-ാം തീയതിത്തെ എക്സാം അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് വിസ വന്നില്ല. 22-ആയി. 22-ആയപ്പോൾ ഞാൻ എക്സാം സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു ഞാനിനി എക്സാം ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് വിസ എൻ്റെ എക്സ്പയറി ആയി, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് തോന്നി ഇനി എന്തിനാ ജീവിക്കണേ, എന്നെ അങ്ങ് വെട്ടിയരിഞ്ഞ് ഒന്ന് കളാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു.
എന്നിട്ട് ഞാൻ വിചാരിച്ചപ്പം സാരില്ലാതെ തോന്നി എന്നെ ആശ്വസിപ്പിച്ചു. ഞാനത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇനിയിപ്പം ടെൻഷനായി ഇങ്ങനെ ഇരിക്കും, ഞാനെന്നാൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് യൂട്യൂബൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ആവാന്ന് ഓർത്തിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അതിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ധ്യാനം മുഴുവൻ കരഞ്ഞ് ഞാനത് പങ്കെടുത്തു. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പടി ധ്യാനം കഴിഞ്ഞു ഞാൻ പിന്നെ തിരിച്ച് വന്ന് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വന്നെന്ന് ഞാൻ ഓർത്ത് ഇനിയിപ്പം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, ഇനിയിപ്പോൾ അതിന് ഒരുപാട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ അതും അതിൻ്റെ പൈസയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്ന് അവരെ ഖത്തർ എയർവേസ് ആവുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ടിക്കറ്റും ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നീ ഒന്ന് എണീക്ക്, നീ എന്തെങ്കിലും കഴിക്കുക, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ വഴി ഒരു അലേർട്ട് ഒരു മെസ്സേജിൻ്റെ അലേർട്ട് എനിക്ക് കിട്ടി. ഞാൻ ആ അലേർട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വിസ ഗ്രാൻറ്റഡ്. എനിക്കറിയില്ല എനിക്ക് വന്ന സന്തോഷം എന്താണെന്ന്. ഞാൻ ഒരുപാട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേനും ഞാൻ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ എനിക്ക് ടിക്കറ്റില്ല. ഇപ്പം എനിക്ക് വിസ ഉണ്ട്, എനിക്ക് ടിക്കറ്റില്ല. ഞങ്ങൾ ഒത്തിരി ട്രാവൽസിലൊക്കെ വിളിച്ച് ചോദിച്ചു, അവരൊന്നും ഒരു ഓപ്ഷനും ഇല്ല. ഞങ്ങൾ പിന്നെ ഒത്തിരി ട്രൈ ചെയ്തു. നെക്സ്റ്റ് 11 o'clock, അതായത് 22-ാം തീയതി 11 o'clock, 24-ാം തീയതി എക്സാം, 22-ാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് എനിക്ക് എൻ്റെ ചേച്ചി തന്നതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ എക്സാം എഴുതി. പക്ഷേ എക്സാം ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഇത് പോയി അങ്ങനെ ഓരോ സ്റ്റേഷനും എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാനിത് കഴിഞ്ഞു. അത് ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് ഈ റിസൾട്ട് വേണ്ട, ഈ റിസൾട്ട് എങ്ങനെയെങ്കിലും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു, ഈ റിസൾട്ട് എങ്ങനെയും മിസ്സായാൽ മതിയായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ എക്സാം എഴുതിയതല്ലേ, അപ്പോൾ ഞങ്ങളുടെയും പോവില്ലേ, അപ്പോൾ അയ്യോ എന്നാൽ അങ്ങനെ വേണ്ട, എൻ്റെ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. എനിവേ ഞാൻ എക്സാം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയില്ല. അപ്പം എല്ലാവരുടെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് എല്ലാവരും മെസ്സേജ് വിടുക. ഞാൻ നോക്കാതെ ഇങ്ങനെ അപ്പുറത്തെ മുറി പോയെന്ന് കരയുക. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, എടി നീ പാസ്സായി. ഹസ്ബൻഡ് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം എന്നോട് പറഞ്ഞു, എടി നീ പാസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു അനുഗ്രഹം. അത് ഉടമ്പടി എടുക്കുന്നേക്കാൾ മുന്നേ അമ്മയുടെ ഉടമ്പടി ധ്യാനവും ഉടമ്പടി ഇതും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ തന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ടാസ്ക് എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര പാടാണ്. ഇംഗ്ലീഷ് ഞാൻ കുറച്ച് സംസാരിക്കും, പക്ഷേ എക്സാമിന് എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ 8 പ്രാവശ്യം ഞാൻ PT എക്സാം എഴുതി, അതിനൊക്കെ സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇനിയും എനിക്ക് ഇത് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ എനിക്ക് കിട്ടില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ചേട്ടൻ പറഞ്ഞു, ശരി നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ സൺഡേ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 19 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അപ്പം ഞാൻ ഓർത്തു, ഇതെന്താ 19? ഞാനപ്പം അന്ന് വൈകിട്ട് വന്നിട്ട് ഞാൻ ഈ ഡേറ്റുകൾ നോക്കി. അപ്പോൾ 22-ാം തീയതി എനിക്ക് തിരിച്ച് UAE പോകണം. 19-ാം തീയതിയിലത്തെ ഡേറ്റാണ് എനിക്ക് കാണിച്ചത്. ഞാൻ എടുത്ത് നോക്കി, ഞാൻ നോക്കുമ്പോൾ ഈ 19-ാം തീയതിയിലത്തെ ഡേറ്റ് ഒഴിച്ചിട്ട് ബാക്കി ഒരു ഡേറ്റും പിന്നെ ഉള്ളത് ഞാൻ പോണേ എന്നാണ് ഒരു ഡേറ്റ് അവൈലബിൾ ആയിട്ട്. ഈ ഒരൊറ്റ ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനപ്പം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ഇതെനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ആ ഡേറ്റ് എടുത്തു. ഞാൻ എക്സാം എഴുതി 22-ാം തീയതി പോണേക്കാളും 22-ാം തീയതി ഫ്ലൈറ്റ് ഈവനിങ്ങിൽ പോണേക്കാളും മുന്നേ എനിക്ക് മെസ്സേജ് വന്നു, റിസൾട്ട് വന്നു എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇതിന് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ സമയമില്ല, ഈവനിങ്ങിൽ ഓൾമോസ്റ്റ് ടൈമായി പോകാനായിട്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ അമ്മേനെ കണ്ട്, ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ പോയി അമ്മേനെ കണ്ട് നന്ദി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ പോയി റിസൾട്ട് തുറന്ന് വീട്ടിൽ വെച്ച് തന്നെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പം 65 ആണ് എനിക്ക് ശരിക്കും PTക്ക് സ്പീക്കിങ്ങിന് വേണ്ടത്. എനിക്ക് ഇതുവരെ 8 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല 65. ഈ 9ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എഴുതിയ എക്സാമിന് എനിക്ക് 76 മാർക്ക് ഉണ്ടായിരുന്നു. അത് ബാക്കി 4 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ സ്പീക്കിങ്ങിനായിരുന്നു. അങ്ങനെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു ഈ കാര്യത്തിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ്. നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും കിട്ടില്ല. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, എന്തെയ്താൽ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അത് അറ്റൻഡ് ചെയ്തു, എനിക്കത് പാസ്സായി. അപ്പം ഞാൻ പെട്ടെന്ന് ഈ UAE നിന്ന ഹോസ്പിറ്റലിൽ ഇച്ചിരി എനിക്ക് ഇച്ചിരി
ബുദ്ധിമുട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ. അപ്പം എനിക്കിത് കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ റിസൈൻ കൊടുത്തു. പക്ഷേ അതിൻ്റെ റെഫറൻസ് ചെക്ക് കഴിഞ്ഞപ്പോഴത്തേനും അത് റിജക്റ്റ് ആയി. അങ്ങനെ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ അപ്പം എൻ്റെ ജോലിയും പോയി. ഞാൻ എന്നിട്ട് ഈ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. മാർച്ച് ആയപ്പോഴത്തേനും എനിക്ക് ഒരു ലേഡി, മേരി എന്ന് പേരുള്ളൊരു ലേഡി എനിക്കൊരു ഇമെയിൽ വിട്ടു. റിജി, ഞങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ് ഇവിടെ വേക്കൻസി ഇല്ല, പക്ഷേ ഞങ്ങൾ നിൻ്റെ CV കുറച്ച് ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിലോട്ടൊക്കെ സെൻഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല മാം, സെൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അവരങ്ങനെ സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തേക്ക് വേറെ അപ്ഡേറ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊരു അപ്ഡേറ്റും ഇല്ല, എനിക്കൊരു ഇൻ്റർവ്യൂ കോളും ഇല്ല. അപ്പം ഞാൻ ഈ ലേഡിക്ക് വീണ്ടും ഇമെയിൽ വിട്ടു. ഞാൻ ഇന്ന ആളെ എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ നിൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുക, ഞാൻ ഒന്നോടെ വേറൊരു എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്ത് അപ്പം എന്നോട് വീണ്ടും മെസ്സേജ് വിട്ടു. ഞങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ദേ മേ കോൾ യു എന്ന് പറഞ്ഞ് ഇമെയിൽ വിട്ടു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നു. നോർത്തേൺ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നാണ് വന്നത്. ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തിട്ട് തിരിച്ച് ആ ലേഡിക്ക് എനിക്ക് വന്ന ഇമെയിലിന് റിപ്ലൈ കൊടുത്തു, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഇമെയിലിന് എനിക്ക് തിരിച്ചു വിട്ടു, ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ അപ്ലൈയിങ്, ഐ ഹാവ് ഓൾറെഡി എ വേർഡ് ഫോർ യു ഇൻ മൈ മൈൻഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേ ആ നഴ്സ് മാനേജർ എനിക്ക് മെസ്സേജ് വിട്ടു, നിനക്കുള്ള വേർഡ് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഇടപെടലല്ലാതെ അതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവർ എന്നെ അറിയില്ല, ജസ്റ്റ് എൻ്റെ ബയോഡാറ്റ അവർ സെൻഡ് ചെയ്ത് കൊടുത്തു. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. അങ്ങനെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ ആ ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഞാനിതുപോലെ വെഞ്ചിരിച്ച ഉപ്പ് വിതറി തൈലം മോണിറ്ററിലും കീബോർഡിലും മൗസിലെല്ലാം പൂശി ബൈബിളും കൊന്തയും കാശിരൂപം ഒക്കെ വെച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അവരെന്നോട് പറഞ്ഞു 4 ക്വസ്റ്റ്യനേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേ എൻ്റെ മോണിറ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഷട്ട് ഡൗൺ ആയിപ്പോയി. മീൻസ് സൗണ്ട് മാത്രം കേൾക്കാം, മോണിറ്റർ കംപ്ലീറ്റ് ബ്ലാക്ക് കളറായി. അപ്പോൾ ഞാനാകെ പാനിക്കായി. അപ്പം അവരെന്നോട് പറഞ്ഞു റിജി ഞാൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിന്നെ കേൾക്കാം, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും എനിക്കൊന്നും അറിയില്ല, അതിൻ്റെ എന്താ ആൻസർ എന്ന് എനിക്കറിയില്ല, ഏത് രീതിയിലുള്ള ആൻസർ അവർക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഞാൻ ആൻസർ കൊടുത്തു. അപ്പോൾ ഇത് തന്നെയും പിന്നെയും അവരെന്നോട് ചോദിക്കാൻ, നിനക്ക് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ, നീ പറഞ്ഞത് കറക്റ്റാന്ന് നിനക്ക് തോന്നണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തന്നെയും പിന്നെയും മറിച്ചും തിരിച്ചും അവർ ഒത്തിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു സിൻസ് ഐ ആം എ ന്യൂ സ്റ്റാഫ് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനൊരു പുതിയ സ്റ്റാഫല്ലേ, ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് കൺഫേം ചെയ്തിട്ട് ഞാൻ ഈ ഓർഡർ കൊടുക്കുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ 2 മാസമായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ല. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അപ്പം ഞാൻ ഈ ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് അതിനകത്ത് ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരാളുടെ നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ അവരെ മെസ്സഞ്ചർ വഴി കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ, ഞാൻ 2.5 മാസത്തോളമായി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ട് ആയി, പക്ഷേ വേറൊരു അപ്ഡേറ്റും എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ DP കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു കൃപാസന മാതാവിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നെയെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഈ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത് കൃപാസന മാതാവിൻ്റെ സ്വന്തം ഹോസ്പിറ്റലാണ്, ഇവിടെ വരുന്നവരൊക്കെ കൃപാസന മാതാവിൻ്റെ ഭക്തരാണ്, അപ്പം മാതാവ് ഇങ്ങോട്ട് കൊണ്ടുതന്നെ, അപ്പോൾ ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 മാസം 3 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവർ നോമിനേഷൻ അപ്രൂവൽ എനിക്ക് വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ അപ്പം പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, അപ്പം ഞാൻ എൻ്റെ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ വിസ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഇനി തന്നെ ചെയ്യേണ്ട, കാരണം ഇത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് ഒരു ഓഫർ കിട്ടിയത്, അപ്പം ഇനിയും ഈ വിസയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റിജക്റ്റ് ആയിപ്പോവും, അപ്പം നീ റിസ്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അവർ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഇത്രയും പൈസ കൊടുക്കാനില്ല, മാതാവ് എൻ്റെ കൂടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. മാതാവ് തന്നെയും എനിക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്ത് മാതാവ് തന്നെ ചെക്ക് ചെയ്ത് മാതാവ് തന്നെ എനിക്ക് വിസ അയച്ചതായോ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ കൂടെ ഇരുത്തി എൻ്റെ ഉടമ്പടി ഉപ്പൊക്കെ വിതറി, വെഞ്ചരിച്ച ഉപ്പും പിന്നെ കാശിരൂപം കൂടെ വെച്ചു, ബൈബിൾ എടുത്ത് വെച്ചു, തൈലം മോണിറ്ററിലും മൗസിലും കീബോർഡ്
കീബോർഡിലൊക്കെ പൂശി ഞാനും മാതാവും കൂടെ അപ്ലൈ ചെയ്തു. 1.5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ വിസ ഗ്രാൻഡായി. എനിക്കും എൻ്റെ ഫാമിലിക്കുമുള്ള വിസ ഗ്രാൻഡായി കിട്ടി. അതെനിക്കൊരു ഭയങ്കര മാതാവ് തന്ന അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷ, എൻ്റെ കൂടെ ഏജൻസി കൊടുത്തവർക്ക് പോലും 2-2.5 മാസത്തിൽ കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴും 5 മന്ത്സൊക്കെ ആയിട്ട് വിസ കിട്ടാത്ത പിള്ളേരുണ്ട്. ഞാനിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഇടപെടലാണ്. അതുകൂടാതെ ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും എനിക്ക് നല്ല ജാസ്മിൻ എൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഞാൻ വന്ന കാര്യം നടക്കുമെന്ന്. അതുകൂടാതെ ഒരു ദിവസം ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സാവണുണ്ട്, 5 മണിക്ക് എണീക്കാൻ പറ്റണില്ല, ഞാൻ അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവിന് പിണക്കമാണാവോ? അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ കൊന്തയിലാണ് ഞാൻ കാശിരൂപം ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നോട് പിണക്കൊന്നുമില്ലെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ അടുത്തിട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഹെഡ് എൻഡ് വെച്ചിട്ട് ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ കൊന്ത വെച്ചോടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ മാതാവ് ഞാനൊരു പിന്നൊക്കെ കുത്തിയിട്ടേക്കണം, കാരണം കാശിരൂപത്തിൻ്റെ കുളത്തിച്ചിരി അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഊരിപ്പോകുന്ന പേടിയതുകൊണ്ട് ഒരു പിന്ന് അതിൻ്റെ കാശിരൂപത്തുമ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്മോൾ ഹോളിൽ ഇട്ടിട്ടാണ് ഞാൻ വെച്ചേക്കണേ. മാതാവ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത്, എൻ്റെ റൈറ്റ് സൈഡിൽ മാതാവ്. അപ്പം ഞാൻ രാവിലെ, ദൈവമേ മാതാവേ എന്നോട് വഴക്കാണോ, ഇറങ്ങി പോയതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണോ ഇറങ്ങി പോയതാണോ എന്ന് ഭയങ്കര സംശയം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ 22-ാം തീയതി ഏർലി മോർണിംഗ് 12:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് നല്ല സാലറി തന്നെ, എനിക്ക് പ്രൊവിഷണൽ ഓഫർ ലെറ്റർ കിട്ടിയേക്കാളും നല്ല സാലറിയിലാണ് എൻ്റെ ലാസ്റ്റ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നേക്കണേ. പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കിട്ടിയേക്കണേ. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല, ഞാൻ വല്ല കെയർ ഹോമിലും ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ, കാരണം എനിക്ക് ICU എക്സ്പീരിയൻസാണ്. അപ്പം വാർഡിലൊക്കെ കയറിയിട്ട് ICUവിൽ കയറാമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിവേ ഫസ്റ്റ് എനിക്ക് റിജക്റ്റായി പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു, പക്ഷേ ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് മാധവനോടും ഈശോപ്പച്ചനോടും ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നതിനെ ഓർത്ത്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടും ഈവനിങ് പ്രയറും ചെല്ലുമായിരുന്നു. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. പിന്നെ പിള്ളേർ എന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പ് കൊടുക്കും, തൈലം പൂശും, അങ്ങനെയൊക്കെയാണ് ഇവരെ വിടുന്നത്. വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി എല്ലാവരും കുരിശ് വരച്ച്, എല്ലാവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടണ പത്രം ഞാൻ ചെല്ലുമ്പോൾ ലേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കുറേ പത്രം കൊടുക്കും. ബാക്കിത്തെ പത്രം പിറ്റേ ദിവസം തന്നെ ഞാൻ കൊടുക്കും. അതുപോലെ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ പത്രം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോവും. അങ്ങനെ പല പള്ളികളിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഓരോരുത്തരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നി. എൻ്റെ മോൾ എപ്പോഴും എവിടെ മാതാവിൻ്റെ പത്രം കണ്ടാലും അവൾ എന്നോട് പറയും, അമ്മയുടെ കൃപാസനം പത്രം എന്നും പറഞ്ഞുകൊണ്ട് അവളെന്നെ കാണിച്ചു തരും. ഞാൻ കണ്ടില്ലെങ്കിൽ അവളെന്നെ കാണിച്ചു തരും. അപ്പം ഞാനത് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ അർഹതപ്പെട്ട കരങ്ങളിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞങ്ങളിങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നും കിട്ടി, ഒരു ടേബിൾ അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ കുറേ പത്രം ഇരിക്കണ്ടായിരുന്നു, അത് ഞങ്ങൾ എടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ ഫാദറിലോ മദറും മരിച്ചിട്ടുണ്ട്. അപ്പം സിമിത്തേരി പോയി എന്നാൽ അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിലത്തിട്ട് ചവിട്ടിയിട്ടേക്കുക മാതാവിൻ്റെ പത്രം. അപ്പോഴത്തേനും കുഞ്ഞ് തന്നെ കണ്ടത്. പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് പൊടിയൊക്കെ കളഞ്ഞ് തുടച്ച് ഞങ്ങൾ അത് അർഹതപ്പെട്ട കരങ്ങളിലോട്ട് കൊടുത്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ കഴിയുന്ന പോലെ ധനസഹായം കൊടുക്കാറുണ്ട്. പിന്നെ വെക്കേഷനൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ട് ഞാൻ കുറച്ച് ചിലവാക്കാറുള്ളൂ. ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് രോഗികളെയൊക്കെ സന്ദർശിക്കുമ്പോൾ ഞാൻ ആ പൈസ കൊണ്ടു കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ നിന്ന് തന്നെ ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, അതിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങളിപ്പോൾ വീട്ടിലായാലും പാവപ്പെട്ട മനുഷ്യരൊക്കെ എന്തെങ്കിലും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിലും മേടിക്കും. അവർക്ക് സഹായമാവട്ടെ, അവർ വെയിൽ കൊണ്ടൊക്കെ നടക്കുന്നതല്ലേന്ന്. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും നെയ്ബേഴ്സും, വീടിൻ്റെ അടുത്തൊരു അമ്മച്ചിയുണ്ട്, അമ്മച്ചീനെ എപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ സഹായിക്കും. അങ്ങനെ ഉള്ള കാര്യപ്രവൃത്തികളാണ് ഞങ്ങൾ ചെയ്യണേ. ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നതിനകത്ത് 1000 നന്ദി അമ്മയ്ക്കും ഈശോപ്പച്ചനും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 107
13 മുതൽ 16 വരെ തിരുവചനങ്ങൾ. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചിറഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. റിജി റോക്കി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ സാക്ഷ്യം ആദ്യ അവസാനം നമ്മൾ കേൾക്കുമ്പോൾ തുടർച്ചയായ ഞെരുക്കങ്ങളിൽ അമ്മ മാതാവ് കരം പിടിച്ച് എങ്ങനെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഓസ്കി എക്സാം എഴുതുവാൻ പോകുമ്പോൾ വിസ തീർന്നിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയായി വലിയ പ്രതീക്ഷയോടെ എഴുതുവാനിരുന്ന പരീക്ഷ എഴുതുവാനാവാൻ പറ്റാത്തത്ര സങ്കടത്തിലേക്ക്, തകർച്ചയിലേക്ക് മകൾ മാറിയ അനുഭവം കണ്ണീരോടെ നമ്മോട് പങ്കുവച്ചു. എന്നാൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന് അത് പൂർത്തീകരിക്കുമ്പോൾ മകൾക്ക് വിസ കാര്യങ്ങൾ ശരിയാവുന്നതും പരീക്ഷ എഴുതുവാനും അവിടെ പരിഭ്രമത്തോടു കൂടി എഴുതിയ പരീക്ഷ നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ മകളെ അമ്മ മാതാവ് സഹായിച്ചതിനെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തി. PT എക്സാമുകൾ 8 തവണ പരാജയപ്പെട്ടുവെന്ന് ഏറ്റുപറഞ്ഞു. തൻ്റെ കഴിവ് പൂർണ്ണമായും പരാജയപ്പെട്ടത്, പഠിച്ചതൊന്നും തനിക്ക് ഉപകാരപ്പെടാതെ പോകുന്നത്, സ്പീക്കിങ്ങിന് ഒരിക്കലും ആ പ്രതീക്ഷിക്കുന്ന സ്കോറിലേക്ക് എത്താനാവാതെ ക്ലേശത്തിൽ കഴിയുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ കുറവുകളെ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത് പരീക്ഷ എഴുതുമ്പോൾ മകൾ പറയുന്നുണ്ട്, അന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത 76 മാർക്കോടുകൂടി മകളുടെ സ്പീക്കിങ്ങിൻ്റെ വിജയം നൽകി മകളുടെ മറ്റൊരു പഠന മേഖലയുടെ പൂർത്തീകരണത്തിന് അമ്മ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി. ആ അടയുന്ന സാഹചര്യത്തിലും അമ്മ മാതാവ് തന്നെ മകൾക്ക് കൂട്ടായി വരുന്നതും ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ അത് നിരന്തരം അത് പ്രോസസ്സ് ചെയ്യുവാനും അത് ഒട്ടും വിചാരിക്കാതിരുന്ന നാളുകളിൽ മകൾക്കത് ഓപ്പണിംഗ് ലഭിക്കുവാനും സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അവിടെയും പ്രതിസന്ധി മാറിയില്ല. മകൾ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ പങ്കെടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മോണിറ്റർ ഓഫായിപ്പോയി. അത് അടുത്തൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഞെരുക്കങ്ങളുടെ കാലത്ത് നിങ്ങൾ ദൈവത്തോടുള്ള ആശ്രയം എങ്ങനെ സൂക്ഷിക്കുന്നു? ഈ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഉടമ്പടി എടുത്തു എന്നത് എല്ലാം സ്മൂത്തായി എന്നർത്ഥമില്ല. ഉടമ്പടിക്കാലത്ത് നമുക്ക് ഞെരുക്കങ്ങളുണ്ടാവാം, ഉടമ്പടിക്കാലത്ത് നമുക്ക് രോഗങ്ങളുണ്ടാവാം, ഉടമ്പടിക്കാലത്ത് നമുക്ക് തകർച്ചകളോ അവിചാരിതമായ ജീവിത ക്ലേശങ്ങളോ ഉണ്ടായെന്നിരിക്കാം. ഈ ജീവിതത്തിൻ്റെ നമ്മൾ ആഗ്രഹിക്കാത്ത, ഒരുപക്ഷെ നന്നായി ജീവിച്ചിട്ട് എന്തേ ഇത്ര സങ്കടമെന്ന് നാം തന്നെ തമ്പുരാനോട് ചോദിച്ചു പോകുന്ന ഈ ക്ലേശകാലത്ത് നമ്മളെങ്ങനെ ദൈവത്തോടുള്ള വിശ്വസ്തതയും അവനിൽ ആശ്രയിച്ചുള്ള ജീവിതവും പ്രത്യാശയോടെ നയിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവം ഉരച്ചു നോക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അടിയുറപ്പോടെ നിൽക്കുന്നൊരു ജീവിതം നമുക്കുണ്ടോ? അതോ ആളിക്കത്തുന്ന പതിര് പോലെ നാം ഇങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയും ഒരു ക്ലേശമുണ്ടാകുമ്പോൾ ഉലഞ്ഞുടയുകയും ചെയ്യുന്നവരായി പോകുന്നവരാണോ? ഉടമ്പടിയിൽ എപ്പോഴും പരിശോധിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആസ്തിയും വിശ്വസ്തതയുടെ ബലവുമാണ്. എത്ര കണ്ട് നിനക്ക് വിശ്വസ്തതയോടുകൂടി ജീവിതത്തിൻ്റെ ഏതു വൈപരീത്യ അനുഭവങ്ങളിലും നിലനിൽക്കുവാൻ സാധിക്കുന്നുവെന്ന് മകൾ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ മോണിറ്റർ മുഴുവനും ഡാർക്കാകുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർ പറയുന്നുണ്ട്, നിൻ്റെ സ്വരം കേൾക്കാം, നീ സംസാരിച്ചോളൂവെന്ന്. അതൊരു പ്രതീക്ഷയായി സംസാരിക്കുമ്പോൾ 4ാമത്തെ ചോദ്യം വന്നിട്ട് ഉത്തരമൊന്നുമില്ല. 4 ചോദ്യങ്ങളേ ഉള്ളൂ. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. സാധാരണ ഏതൊരു ഇൻ്റർവ്യൂവിലും അവസാനം പറയുന്നതാണ് നമ്മുടെ പെർഫോമൻസിന് എപ്പോഴും മെറിറ്റായിത്തീരുന്നത്. മകൾക്ക് പറയുവാൻ ഉത്തരമില്ലാതെ നമ്പായി പോകുമ്പോൾ മകൾക്ക് അമ്മ മാതാവ് കൊടുത്ത ഒരു ഉത്തരമാണ്, ഞാൻ പുതിയതല്ലേ, കൂടെയുള്ളവരോട് ചോദിച്ച് ഞാൻ ചെയ്തോളാം. ഇതൊരു ഉത്തരമല്ല, അതൊരു എക്സ്ക്യൂസാണ്. ആ എക്സ്ക്യൂസ് പോലും മകൾക്ക് ഉത്തരമായി തീരുകയും മകൾക്ക് വിസ അനുവദിക്കുകയും ആദ്യം പ്രൈവറ്റ് ആശുപത്രി നിഷേധിച്ചത്
ഗവൺമെൻറ് സർവീസിലേക്ക് മകൾക്ക് ജോലിക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്നുവെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളെ ക്ലേശകാലത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണെന്ന് എപ്പോഴും ചിന്തയുണ്ടാവണം. മകൾ പറയുന്നുണ്ട്, ഞാനും കുടുംബവും ഈ അടുത്ത ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലേക്ക് ഒരുപക്ഷെ സ്വപ്നം നഷ്ടപ്പെട്ടിരുന്ന കാലത്ത് നിന്നും അമ്മ മാതാവ് കരം പിടിച്ചുയർത്തി ഞങ്ങളെ ആ നാട്ടിലേക്കിന്ന് ജോലിക്ക് വേണ്ടി മികച്ച ശമ്പളത്തോടു കൂടി എത്തിക്കുകയാണ്. ഉടമ്പടി നമുക്കെപ്പോഴും ജീവിത അവസ്ഥകളിൽ ഉയർച്ച തരും, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, ജീവിതം കടന്നു പോകുന്ന ഞെരുക്കങ്ങൾക്ക് അറുതിയുണ്ടാക്കും. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ അനുഗ്രഹം അനുഭവിക്കുവാൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരും. മകൾ പറയുന്നുണ്ട്, എനിക്ക് നേട്ടങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമല്ല അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ നിൽക്കുന്നത്. അമ്മയുടെ സുഗന്ധാഭിഷേകത്തിൽ അമ്മ എനിക്ക് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട്, അമ്മയെ ആഗ്രഹിച്ച് ജീവിച്ച നാളുകളിൽ അമ്മ എൻ്റെ കൂടെ നിന്ന് ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട്, അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചും ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ചും ഈ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അമ്മ സഹായിച്ചതിനാണ് എൻ്റെ ഉടമ്പടി എനിക്ക് അനുഗ്രഹമായി എന്ന് പറയുവാൻ കാരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം. ഇപ്പോൾ ക്ലേശവും ദുഃഖവും ഞെരുക്കവും മാത്രമേ ഉള്ളുവെങ്കിൽ ഉടമ്പടി നമുക്ക് നഷ്ടമായെന്നല്ല, ഉടമ്പടിയിൽ നമ്മളെ ഒരുക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഉരുകിത്തീരുമ്പോൾ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് ഉയർത്തുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി പ്രത്യാശയോടെ വിശ്വസ്തതയുള്ള ജീവിതം കൊടുത്ത് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവം കണ്ണടച്ചിരിക്കില്ല, ഒരിക്കലും അമ്മ മാതാവ് കരം വിട്ട് കളയില്ല. നമ്മൾ അമ്മയുടെ കരുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്മ ചേർത്ത് പിടിച്ച് തിരുക്കുമാരൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ നൽകിക്കൊണ്ടിരിക്കും. ആ പ്രത്യാശയുള്ള പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ സത്യദൈവത്തിന് 1000 നന്ദി പറയുന്നു. കാരണം ഈ ആൾത്താരയിൽ ഒന്ന് വന്നു നിൽക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും അത് സാധിച്ചിരുന്നില്ല. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോർജ്, മകള് സ്റ്റെഫി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/5/2023 അതിനു മുൻപായി തന്നെ മാർച്ച് മാസം 13 ഞാനിവിടെ വന്നിരുന്നു. അന്നേ ദിവസം സാധിച്ച ഒരു അത്ഭുതമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എൻ്റെ മകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമായിരുന്നു. അവൾ 2021 ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 2 വർഷത്തോളം ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ശേഷം അവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കൂ എന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് എഴുതി പാസ്സായില്ല. 3-ാം തവണ ടെസ്റ്റ് എഴുതാൻ നേരം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടിക്കോളും. ഞാൻ ഇന്നേ ദിവസം കൃപാസനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നേരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു. ശേഷം മോൾ പറയുകയായിരുന്നു, അന്നേ ദിവസം ടെസ്റ്റിന് വന്നത് ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു. ആ ആൾ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയും അതുകൊണ്ട് തന്നെ ഭയം കൂടാതെ ആ ടെസ്റ്റ് പാസ്സാകാൻ എൻ്റെ മകൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. ആ ഉടമ്പടിയിലെ നിയോഗമാണ് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്ന. പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് എനിക്കുണ്ടായ രോഗസൗഖ്യങ്ങളാണ്. അതായത് വർഷങ്ങളായി, ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയും നടുമിന്നലും ഉണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിയാം, നമ്മുടെ അടുക്കള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ നടുവേദനയും നടുമിന്നലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സാധിക്കുകയില്ല.
ഞാൻ പിറ്റേ ദിവസത്തെ പ്രാരംഭ ജോലികൾ, അതായത് രാവിലത്തെ ജോലികൾ ചെയ്യുന്നതിനായിട്ട് എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ, തട്ടിന് താഴെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം മുകളിൽ കയറ്റി വെച്ചിട്ടായിരുന്നു രാവിലെ എൻ്റെ ജോലികൾ തുടങ്ങിയിരുന്നത്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിവിടെ വരുന്നു, ഉടമ്പടി എടുത്തുകൊള്ളാം, എനിക്ക് ഒരു രോഗസൗഖ്യം നൽകി അത്യാവശ്യമായി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകണമേ എന്ന്. ഞാൻ ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണും, അവരൊരു ഇഞ്ചക്ഷനും ഗുളികയും തരും, അപ്പോഴത്തേക്ക് മാറും, വീണ്ടും ഇത് വരും. അത് ഒരു സ്ഥിരം ശല്യമായി എനിക്കിരിക്കുകയായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോഴെനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. എല്ലായിൽ നിന്നും ദൈവം എനിക്ക് മുക്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2019 മുതൽ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു കാൽമുട്ടിലെ വേദനയും നീരും. അതിന് ഞാൻ അലോപ്പതി, ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ ഒരു വട്ടം ഞാനിത് സമർപ്പിച്ചു. അമ്മ മാതാവേ, മാതാവ് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോയിക്കൊള്ളാം. ആ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും നിൽക്കാനും ആ പള്ളിയുടെ അതായത് പ്രാർത്ഥനാ സമയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിത്തരുവാൻ അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിന് ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിരുന്നത് കൃപാസനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന തൈലവും ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചത് മെയിനായിട്ട്. പിന്നെ നേർച്ച വസ്തു തൈലം ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനാ സമയത്ത്, രാവിലെ നടത്തുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള ഉടമ്പടി പ്രാർത്ഥനയിലും ഞങ്ങളിത് തൊട്ട് കുരിശ് വരച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുളിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എല്ലാ ദിവസവും ഒരു നുള്ള് ഉടമ്പടി ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുവഴിയാണ് എനിക്ക് പൂർണ്ണമായി ഇതിനുള്ള സൗഖ്യം ലഭിച്ചത്. കൂടാതെ എൻ്റെ കണങ്കാലിൻ്റെ ഭാഗത്തുമായിട്ട് ഒരു പ്രൊജക്ഷനും ഉണ്ടായിരുന്നു. ആ പ്രൊജക്ഷൻ ഇതുപോലെ എക്സ്റേ എടുത്തപ്പോൾ, മറ്റുള്ളതിനും എക്സ്റേ ഒക്കെ എടുത്തതാണ്, ഇപ്പോൾ തേയ്മാനവും വാദവുമാണെന്ന് അതിനൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇതും കാണിച്ചു കൊടുത്തപ്പോൾ, എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർജറി വേണ്ടി വരും, എന്നാലേ ഇത് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വേദന മാറുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ട് വെള്ളത്തിൽ കാല് വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ പൊടികൈകൾ ഡോക്ടർമാരും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പിട്ട് ആ വെള്ളത്തിൽ എൻ്റെ കാല് വയ്ക്കുകയും ദിവസവും വൈകുന്നേരവും രാവിലെ ഇതുപോലെയുള്ള നേർച്ച വസ്തുക്കൾ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പ്രൊജക്ഷൻ നിശേഷം മാറി. അതുപോലെ പള്ളിയിൽ നിന്നാലും ഈ കാലിൻ്റെ വേദന കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ കാല് അനക്കിക്കൊണ്ടിരിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴത് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടിയിരിക്കുന്നു. പിന്നീട് ഇത് അമ്മ മാതാവ് വഴി തന്നെയാണ് ലഭിച്ചതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ല എങ്കിൽ ഇന്നും ഞാൻ ഇതെല്ലാം വഹിച്ചുകൊണ്ട് തന്നെ നടക്കേണ്ടി വരുമായിരുന്നു. പിന്നെയുള്ളത് എൻ്റെ ഭർത്താവിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യമാണ്. അദ്ദേഹത്തിന് 2013-14 മുതൽ ഒരു സ്കിൻ അലർജി വന്നിട്ട് നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. സ്വന്തം വീട്ടുകാർക്ക് അറപ്പ് തോന്നിയില്ലെങ്കിൽ പോലും കാണുന്നവരെല്ലാം എപ്പോഴും ചോദിക്കാൻ തുടങ്ങി, ഇതെന്തു പറ്റി. അവസാനം പറഞ്ഞ് എൻ്റെ ഭർത്താവ് മടുത്തു. അവസാനം എവിടെയൊക്കെയോ പോയി, പല സ്ഥലങ്ങളിലും പോയി ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അവിടെ നിന്നെല്ലാം പലവിധ മരുന്നുകൾ നൽകുകയും ചെയ്തെങ്കിലും പൂർണ്ണമായ ഒരു സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായൊരു സൗഖ്യം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ സാക്ഷ്യമൊന്നും പറയാനായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ വിദേശത്തേക്കൊരു മോളുടെ അടുത്തേക്ക് ഒരു യാത്ര പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനോ വേറെ മരുന്നിനോ ഒന്നും വശമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാ ദിവസവും തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ അത് മാറി. അപ്പോഴാണ് ഞാൻ പ്രത്യേകമായിട്ട് നേർന്നത്, എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മാത്രമേ നേർന്നിരുന്നുള്ളൂ, ഭർത്താവിനെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും കാലമായിട്ടും എനിക്ക് ഭർത്താവിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല.
ഇപ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ മകൾ വരികയും എനിക്ക് ഈ 2 സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുകയും ചെയ്തത് അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും 2 കെട്ട് പത്രം വാങ്ങി, അതിൽ കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിലും 2 കെട്ടാണ് ഞാൻ സ്ഥിരമായി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആയിരുന്നു ഇത് കൊടുത്തിരുന്നിരുന്നത്. ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വഴിയിലിറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലും സ്കൂൾ കുട്ടികൾക്കും അതുപോലുള്ളവർക്കും അപ്പോൾ പല സ്ഥലത്തേക്ക് ഈ പത്രം എത്തുമല്ലോ എന്ന് കരുതി എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കളായ കൃപാസനത്തിലെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും തേനും പലർക്കും വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്കൊരു 4 ആൾ കൂടുന്നിടത്ത് ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും കൃപാസനത്തിൻ്റെ മാതാവും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. 1 വാക്കോ 2 വാക്കോ എങ്കിലും പറഞ്ഞിട്ടാണ് ആ ഒരു കൂടിച്ചേരലിൽ നിന്ന് ഞാൻ പിന്മാറാറുള്ളൂ. ചിലരൊക്കെ അതിനോടൊരു വിയോജിപ്പുമൊക്കെ ഉള്ളവരുണ്ട്, അത് നമുക്കറിയാമല്ലോ, അതങ്ങനെ തന്നെ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ മറ്റേ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുണ്ടായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും മാക്സിമം പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു. ശേഷം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. പിന്നെ അനാഥാലയങ്ങൾ, ഓൾഡ് ഏജ് ഹോം, അതുപോലെ മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇവയൊക്കെ സന്ദർശിച്ച് അവിടേക്ക് ആവശ്യമുള്ളതായ സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ആത്മീയമായിട്ട് വളരുവാനായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നു. പണ്ടൊന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകുന്നില്ലായിരുന്നു, ശനി ഞായർ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. എങ്കിൽ ഇപ്പോൾ സമയമുണ്ടാക്കി എല്ലാ ദിവസവും രാവിലെ പള്ളി പോകാൻ ശ്രമിക്കുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡെയിലി ബ്രെഡ് കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിന് 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ആൻസി ജോർജ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടും ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ നന്ദിയോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പങ്കുവച്ചത് മകളുടെ വിദേശത്തുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏറെ ക്ലേശമുള്ള ആ പരീക്ഷ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെ സുരക്ഷിതമായി ഭയപ്പാടില്ലാതെ ആ ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാൻ മകൾക്ക് സാധിച്ചതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്ക് തന്നെയുള്ള രോഗക്ലേശങ്ങളെയാണ് പിന്നീട് സൂചിപ്പിച്ചത്. ഓരോ തവണയും സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ഒത്തിരി വർഷങ്ങളായി ഡോക്ടർമാരെ കണ്ട് മരുന്നും ഇഞ്ചക്ഷനും വഴി പോയിക്കൊണ്ടിരുന്ന ജീവിതത്തെ അമ്മ മാതാവ് ഏറ്റെടുത്ത് ശാരീരികമായ സൗഖ്യം നൽകി സാധാരണ ജീവിതം നയിക്കുവാൻ മകളെ സഹായിച്ചതിനെക്കുറിച്ച്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, കുരിശുമരണം വരിച്ചു, നമ്മളെ വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നതിന് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ഈ വിശ്വാസ രഹസ്യങ്ങളാണ് നമ്മളെപ്പോഴും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയും, നമ്മൾ ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം വിശ്വാസ പ്രമാണം നമ്മുടെ ഏക ദൈവത്തിലുള്ള പൂർണ്ണമായ ശരണത്തെയും വിശ്വാസത്തെയും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് സഹോദരി സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും സഹോദരിക്കുണ്ടായ രോഗാവസ്ഥകളിൽ, അപ്പച്ചനുണ്ടായ ചർമ്മരോഗത്തിൻ്റെ അവസ്ഥകളിൽ, മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും
അത് രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം പകരും വിധം രണ്ടുപേർക്കും അനുഗ്രഹമായി തീർന്നതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തിൻ്റെ കരം നീട്ടി സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഇന്നും ദൈവം വാക്കരുളി ചെയ്ത് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. ഇന്നും സന്ദേശം നൽകിയും കൂടെ നിന്നും സാന്നിധ്യം നൽകിയും ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങളിലേക്ക് ജീവിതത്തെ എളിമപ്പെടുത്തി കൊടുക്കുമ്പോൾ എത്ര വലുതും എത്ര പഴകിയതും എത്ര ഗൗരവമുള്ളതും അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഈശോ അനുഗ്രഹിച്ച് നമുക്ക് സൗഖ്യവും ബലവും തരുന്നത് അനുഭവിക്കുവാനാവും. സഹോദരി ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. നിരന്തരം ആശുപത്രിയും ഡോക്ടർമാരുമായി ഇടപെടലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. എങ്കിലും ആ വർഷങ്ങളോളം ആ മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും മാറാതിരുന്നത് അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടും ഉപ്പുപയോഗിച്ച് മാറിയെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ വിളി കേട്ട് ജീവിത വിഷയത്തെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെയാണ് ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നൃത്തവസ്തുക്കളുടെ വിശ്വാസപൂർവകമായ ഉപയോഗത്തിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം